അതായത് 2024 ആർക്കിടെക്ചർ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് യോഗ്യതാ പരീക്ഷയുടെ അതായത് നിങ്ങളുടെ പ്ലസ് ടുവിന്റെ അല്ലെങ്കിൽ ഡിപ്ലോമയുടെ മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ നാറ്റ സ്കോർ കാർഡും ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. ഇതിനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഈ വരുന്ന 25 വൈകുന്നേരം 5 മണി വരെയാണ് ഇങ്ങനെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാനുള്ള സമയം ലഭ്യമായിരിക്കുന്നത്. ഇനി ഇത് എങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീപ് 2024 കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറുക. അതായത് നമ്മുടെ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറി നമ്മുടെ ഈ ഒരു കീപ് 2024 സോറി കീപ് 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷാ നമ്പറും പാസ്വേഡും ഒക്കെ കൊടുത്തിട്ട് ഹോം പേജിൽ കയറാം. അവിടെ നിങ്ങൾക്ക് മാർക്ക് സബ്മിഷൻ ഫോർ BArc എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും, മെനു ഐറ്റം കാണാനായിട്ട് സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാറ്റയുടെ 2024 സ്കോറും അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷയിൽ അതായത് നിങ്ങളുടെ പ്ലസ് ടു ഡിപ്ലോമ അതും അല്ലെങ്കിൽ ഇക്വലൻസ് എക്സാംസ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാർക്ക് സമർപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണും. അവിടെ നിങ്ങൾക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളുടെ യോഗ്യതാ പരീക്ഷയിൽ അതായത് ഈ ഒരു പ്ലസ് ടു അല്ലെങ്കിൽ ഡിപ്ലോമ തത്തുല്യം ഇതൊക്കെ ഈ ഒരു മാർക്ക് ലിസ്റ്റുകളിലെല്ലാം ഗ്രേഡാണ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഗ്രേഡിന് തുല്യമായിട്ടുള്ള മാർക്ക് ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു മാർക്കുകൾ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഈ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ നോർമൽ പ്ലസ് ടു ബോർഡ് എക്സാം എഴുതിയവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന്റെ പ്ലസ് ടു ബോർഡ് എക്സാം എഴുതിയവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മാർക്കാണ്, അവർ ബോധേടിയേണ്ട കാര്യമില്ല. ബാക്കിയുള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെ ഈ ഗ്രേഡിന് തുല്യമായിട്ടുള്ള മാർക്കാണ് ബാക്കിയുള്ളവർ സമർപ്പിക്കേണ്ടത്. ഇനി മാർക്കുകൾ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ രേഖപ്പെടുത്തിയിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു നാറ്റയുടെ സ്കോർ കാർഡും അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലസ് ടുവിന്റെ മാർക്ക് ലിസ്റ്റും മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അവിടെ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് ഈ ഒരു പേജിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കൊടുത്ത കൊടുക്കേണ്ട മാർക്ക് ഷീറ്റിന്റെ അതുപോലെ തന്നെ ഡാറ്റ സ്കോർ കാർഡിന്റെയും PDF ഫോർമാറ്റുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ കൃത്യമായിട്ടുള്ളതും വ്യക്തതയുള്ളതുമായിരിക്കണം. ഫേക്ക് ആയിട്ടുള്ളതൊന്നും അപ്ലോഡ് ചെയ്യരുത്. അതിനുശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രിന്റ് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതായത് നിങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ ഒരു കൺഫർമേഷൻ റിപ്പോർട്ട്. അത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഇത് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അയക്കുകയൊന്നും വേണ്ട. ഇത് നിങ്ങളുടെ കൈവശം തന്നെ വെച്ചിരിക്കുക ഒരു തെളിവിനായിട്ട്. ഇനി ഇവിടെ പ്രത്യേക ഒരു കാര്യം പറയുന്നുണ്ട്. CBSE പോലെയുള്ള രണ്ടാം വർഷ പരീക്ഷകൾ CBSEയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ രണ്ടാം വർഷത്തിൽ സെക്കൻഡ് ഇയറിലാണ് അവർ ബോർഡ് എക്സാം നടത്തുന്നത്. അവർ ആ ഒരു സെക്കൻഡ് ഇയർ മാർക്ക് ലിസ്റ്റ് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. പക്ഷെ നമ്മുടെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പോലുള്ള ബോർഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ 2 വർഷത്തെ 2 വർഷം എക്സാം നടത്താറുണ്ട്. അപ്പൊ അതിനർത്ഥം ഒന്നുമില്ല, നിങ്ങൾ 2 വർഷത്തെയും +1 മാർക്ക് ലിസ്റ്റ് കൂടെ അപ്ലോഡ് ചെയ്യണം എന്നല്ല അതിനർത്ഥം. അതായത് സെക്കൻഡ് ഇയറിലെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് ഇയറിലെയും കൂടെ ടോട്ടൽ മാർക്കാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ആ ഒരു സെക്കൻഡ് ഇയറിലെ മാർക്ക് ലിസ്റ്റ് തന്നെയാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് ഈ ഒരു നാറ്റ 2024 സ്കോർ കാർഡിനൊപ്പം. ഇനി ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യം, ഈ ഒരു മാർക്ക് ലിസ്റ്റുകളെല്ലാം തന്നെ PDF ഫയലുകളിലായിട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി ഇതിനകത്ത് ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ട്. മാർക്ക് ലിസ്റ്റുകൾ പ്രത്യേക PDF ഫയലുകളാണെങ്കിൽ PDF മെർജ് ചെയ്ത് ഒറ്റ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്, അതായത് ഇപ്പോൾ +2 പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾ ചിലരൊക്കെ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ എഴുതി കാണും. അപ്പോൾ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ നിങ്ങൾക്ക് മാർക്ക് കൂടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു +1 സർട്ടിഫിക്കറ്റ് പിന്നെ ഒരു ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് കൂടി മെർജ് ചെയ്തിട്ട് ഒരൊറ്റ ഫയലാക്കണം. ആ ഒരു ഫയലും അതുപോലെ തന്നെ ഈ ഒരു ആ ഒരു ഒറ്റ ഫയൽ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം നാറ്റയുടെ സ്കോർ കാർഡ് അപ്ലോഡ് ചെയ്യണം. അങ്ങനെ മൊത്തം 2 ഫയലുകളായിരിക്കും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ ആദ്യത്തെ ആ ഒരു മാർക്ക് ലിസ്റ്റിന്റെ ഫയലിനകത്ത് ഈ 2 രേഖകളും ഉണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന മാർക്ക് ലിസ്റ്റും അതുപോലെ ഇംപ്രൂവ്മെന്റ് ചെയ്തതിന് ശേഷം വന്ന മാർക്ക് ലിസ്റ്റിന്റെ ആ ഒരു കോപ്പി ആ ഒരു സിംഗിൾ PDF ഫയലിനകത്ത് ഉണ്ടായിരിക്കും. ഇനി നാറ്റ സ്കോറും അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷയിൽ അല്ലെങ്കിൽ ഡിപ്ലോമയിൽ ലഭിച്ച മാർക്കും ഓൺലൈനായിട്ട് സമർപ്പിക്കാനുള്ള ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഡിപ്ലോമക്കാരെ കുറിച്ചിട്ട് ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. പറഞ്ഞുതരാം. അതായത് ഡിപ്ലോമ യോഗ്യതയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ എല്ലാ സെമസ്റ്ററുകളുടെയും ആകെ മാർക്കുകൾ രേഖപ്പെടുത്തിയിട്ട് എല്ലാ സെമസ്റ്ററിലെയും മാർക്ക് ലിസ്റ്റുകൾ നാറ്റ 2024 സ്കോർ കാർഡിനോടൊപ്പം അപ്ലോഡ് ചെയ്യണമെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതാണ്ട് ഈ ഭാഗമാണ്. ഡിപ്ലോമക്കാർ ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇനി പറയാനുള്ളൊരു കാര്യം, ഇപ്രകാരം നിങ്ങളിങ്ങനെ അപ്ലോഡ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ രേഖകൾ കൃത്യസമയത്ത് അപ്ലോഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു റാങ്കിങ് സ്ട്രക്ചറിൽ പരിഗണിക്കുന്നതായിരിക്കത്തില്ല.
അതുപോലെ തന്നെ നാറ്റോ 2024 എഴുതിയവർക്ക് ഒരു അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചറിന്റെ 2024 ബ്രോഷർ പ്രകാരം നിങ്ങൾ ഒന്നിലധികം ടെസ്റ്റുകളിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നാറ്റോ 2024 ഒന്നിലധികം ടെസ്റ്റുകളിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ടെസ്റ്റുകളിലും ലഭിച്ച സ്കോറുകളും സ്കോർ കാർഡ് ലഭ്യമാണെങ്കിൽ, നിങ്ങളുടെ സ്കോർ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ടെസ്റ്റിലും ലഭിച്ച സ്കോർ അതിനകത്ത് കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു റാങ്ക് പ്രിപ്പറേഷൻ ആയിട്ട് എടുക്കുന്നത് ആ ഒരു സ്കോറുകളിൽ ഏറ്റവും മികച്ചതായിട്ട് നിൽക്കുന്ന സ്കോർ മാത്രമായിട്ടായിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെസ്റ്റിന്റെ സ്കോർ കാർഡ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു കാര്യം, അതായത് നിങ്ങൾക്ക് ഏറ്റവും ഉയർന്ന സ്കോർ ലഭിച്ച ടെസ്റ്റിന്റെ സ്കോർ കാർഡ് തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഫേക്ക് ഡീറ്റെയിൽസ് ഒന്നും ഫേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ ഇന്ന് പരിഗണിക്കത്തൊന്നുമില്ല. സോ വീഡിയോ യൂസ് കരുതുന്നു. യു ആർ വാച്ചിങ് കേരള ടെക് വേൾഡ്. സൈനിങ് ഔട്ട്.